സപ്ത എന്ന സൈനിക സംഘടനയുടെ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അവരുടെ ഒരു ഗ്രൂപ്പ് നമ്മുടെ തെക്കേക്കര അസോസിയേഷനിൽ ഒരു ബിൽഡിംഗ് വാങ്ങി തുടങ്ങുകയും ഉദ്ഘാടനത്തിൽ ഞാൻ പോയ അവസരത്തിൽ ഞാൻ അവരോട് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. ഇവിടെ വന്ന് നോക്കി ബോധ്യപ്പെട്ട് സത്യാവസ്ഥ മനസ്സിലാക്കിയ ശേഷം എന്താണെന്ന് തീരുമാനിച്ച ശേഷം പറ്റുമെന്നുള്ളതുപോലെ സഹായിച്ചാൽ മതി എന്നാണ് ഞാൻ ദേവുമാർ സാറിൻ്റെ അടുത്തും മറ്റവിടെ ഇരുന്ന എല്ലാ അംഗങ്ങളടുത്തും കൂടി ചേർന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ നടപ്പിലാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇതുപോലൊരു സത്കർമ്മം എൻ്റെ വാർഡിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ്. വളരെ ഒരു നിർധനാവസ്ഥയിലാണ് ആ ഒരമ്മ താമസിച്ചിരുന്നത്. മറ്റുള്ളവർ സഹോദരങ്ങളുണ്ടെങ്കിൽ പോലും സഹായിക്കാൻ ആരുമില്ല. ഒരു നേരത്തെ ഭക്ഷണം അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ ഉള്ള ആൾക്കാർ കൊടുക്കുന്നതിൻ്റെ ഒരു ഇതിലാണ് അമ്മ ജീവിച്ചു വരുന്നത്. ഈ ഒരു അവസരത്തിൽ ഈ ഒരു വീട് നിർമ്മിച്ച് നൽകിയ സപ്തയ്ക്ക് ഒരു 1000 നന്ദി അവസരത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ 11-ാം തീയതി അവരുടെ 5ാമത്തെ വാർഷികം നടക്കുകയാണ്. ആ ഒരു അവസരത്തിൽ പറ്റുന്നുള്ള എല്ലാവരും തന്നെ അവിടെ എത്തുക. ഈ ഒരു അവസരത്തിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു മണ്ഡപത്തിൽ മലയിക്കുകയാണ്. കാരണം അത്രയും ആത്മാർത്ഥതയോടുകൂടി അവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞു അതൊന്ന് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ അവർക്ക് കരുതാമായിരുന്നു. പക്ഷേ അവരത് മനസ്സിൽ ഏറ്റെടുത്തതുപോലെ നമ്മുടെ അതിര് കാക്കുന്നത് പോലെ തന്നെ അത്രയും അവരെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയും മനസ്സിൽ ഊർജ്ജസ്വലരായിട്ട് അത്രയും മനസ്സിൽ കരുത്തോടു കൂടി വന്ന് ചെയ്തു തരാം എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുകയാണ് ഉണ്ടായത്. അതിൽ ഈ ഒരു അവസരത്തിൽ വീണ്ടും നന്ദി പറഞ്ഞിട്ട് എനിക്ക് തീരുന്നില്ല. വളരെയധികം നന്ദി. താങ്ക്സ്. അത്രയും വലിയൊരു ഉപകാരം. അമ്മയുടെ സൈഡിൽ നിന്നുള്ള പ്രാർത്ഥന ഉണ്ടാവും, നാട്ടുകാരുടെ സൈഡിൽ നിന്നുള്ള പ്രാർത്ഥന സഭയ്ക്ക്